Good morning, ma'am. Good morning. Good morning, ma'am. Good morning, miss. Good morning, ma'am. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവരുണ്ടോ? കഴിച്ചു. സുഖാണല്ലോ? നല്ല ചൂടാണല്ലേ? ക്ലാസ് മുറിയിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂട്. എങ്ങനെയുണ്ട് അവിടെ ചൂട്? നോമ്പ് പോട്ടെ, നിങ്ങളോടല്ല ഞാൻ ചോദിച്ചത്. നോമ്പ് കുട്ടികളോട് പിന്നെ കാര്യം പറയാന്നൊക്കെ മനസ്സിലോട് പെട്ടെന്ന് അറിയാതെ ചോദിച്ചു പോണതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ കയറുമ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടോ നമ്മള്? അല്ലെ? എടുക്കുന്നുണ്ടോ? അല്ലെ? നിങ്ങൾക്ക് ഇനി എത്ര ദിവസം കൂടി ഉണ്ട് നോമ്പ്? മാർച്ച് 20-ാം തീയതി ആണോ പെരുന്നാളെന്ന് കണ്ട? കുറച്ച് ദിവസം കൂടി എടുത്താൽ മതി അല്ലെ? സ്റ്റാർട്ട് ചെയ്താലോ? മിസ് മറ്റേ കമ്പ്യൂട്ടറിന്റെ ചാപ്റ്റർ തുടങ്ങിയില്ലേ, ബേസിസ് ഓഫ് കമ്പ്യൂട്ടർ ചാപ്റ്റർ ആയിരുന്നു അത്. ചാപ്റ്റർ കഴിഞ്ഞ മിസ് കൊടുത്തതാണ്. ചാപ്റ്റർ കൂടി എടുക്കാനുണ്ട് മിസ്സിന്. പറയാല്ലേ, കുഴപ്പമില്ലല്ലോ. കമ്പ്യൂട്ടർ ചാപ്റ്റർ ഇത് ഇല്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈസി ആണോ? ഓക്കെ. സ്റ്റാർട്ട് ചെയ്താലോ? നമ്മള് ABC അനാലിസിസ്, അതിന്റെ അഡ്വാൻറ്റേജ് ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് ജോബ് സമ്മറി ഓഫ് എ സ്റ്റോർ കീപ്പർ. സ്റ്റോർ കീപ്പറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നാണ് പോയിന്റ് വൈസ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താ? കീപ് റെസീപ്റ്റ്, റെക്കോർഡ് ആൻഡ് വിഡ്രോവൽസ് ഓഫ് ദി സ്റ്റോക്ക് റൂം. അതായത് എന്താണ്? യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റംസ് സ്റ്റോർ റൂമിലേക്ക് എന്ത് ചെയ്യണം? സ്റ്റോർ റൂമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാനായിട്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ അല്ലെ. അപ്പൊ ആ സ്റ്റോർ റൂമിലേക്ക് നമ്മളത് റിസീവ് ചെയ്യുന്നു. അത് എത്ര എണ്ണമുണ്ട്, എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? സ്റ്റോർ കീപ്പറുടേതാണ്. ഇനി എന്താ? റിസീവ്, അൺലോഡ് ആൻഡ് ഷെൽഫ് സപ്ലൈസ്. എന്ത് ചെയ്യണം? ഈ കൊണ്ടുവരുന്ന സാധനങ്ങൾ ആദ്യം റിസീവ് ചെയ്യണം അല്ലെ. അതുപോലെ തന്നെ ഇറക്കി വെക്കുക, അൺലോഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഓരോന്നും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിൻ്റെതായിട്ടുള്ള ഷെൽഫുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതാണ്. അതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ടു അതർ സ്റ്റോക്ക് റിലേറ്റഡ് ഡ്യൂട്ടീസ്. ഇനി എന്തൊക്കെയാണ് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ്? ഇൻക്ലൂഡ്സ് റിട്ടേണിംഗ്, പാക്കിംഗ്, പ്രൈസിംഗ് ആൻഡ് ലേബലിംഗ് സപ്ലൈസ്. അതുപോലെ തന്നെ എന്താണ്? മറ്റു സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? റിട്ടേണിംഗ് ചെയ്യാം അല്ലെ, റിട്ടേൺ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? പാക്കിംഗ്, ഓരോന്നും പാക്ക് ചെയ്യണം. പ്രൈസിങ് കൊടുക്കണം അല്ലെ, പ്രൈസുകൾ എത്രയാണ്, പ്രൈസ് ഒട്ടിക്കാം, ലേബൽ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആരുടെ ഡ്യൂട്ടി? സ്റ്റോർ കീപ്പറിന്റെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. അനലൈസ് ദി ഡെലിവറീസ് ഫോർ ഡാമേജ് ഓർ ഡിസ്ക്രിപ്പൻസീസ്. ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പൊരുത്തക്കേടുകള്, അതായത് എന്തെങ്കിലും ഡാമേജുകൾ അല്ലെ, അങ്ങനെയുള്ള ഗുഡ്സുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മള് ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊരുത്തക്കേടുകൾ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ആൻഡ് റിപ്പോർട്ട് ദോസ് ടു അക്കൗണ്ടിങ് ഫോർ റീഇംബേഴ്സ്മെന്റ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്. അതായത് എന്ത് ചെയ്യണം? നമ്മൾ കൊണ്ടുവരുമ്പോ സപ്ലൈസിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഐറ്റംസുകൾ റിസീവ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കും എന്തൊക്കെയാണ്, നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്ത് നോക്കുമ്പോൾ
ഡാമേജുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് പൊരുത്തക്കേടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനുമായിട്ട് ബന്ധപ്പെട്ട നഷ്ടപരിഹാരങ്ങള് റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിന്റെ നഷ്ടമായ തുക എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അത്തരത്തിലുള്ള ഡാമേജുകളായിട്ടുള്ള ഗുഡ്സ് കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നഷ്ടം നമ്മൾ തിരിച്ചു വാങ്ങുന്നതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അത് ആരുടെ ഡ്യൂട്ടിയാണ്? സ്റ്റോർ കീപ്പറിന്റെ ഡ്യൂട്ടിയാണ്. നഷ്ടം നമ്മൾ തിരിച്ചു വാങ്ങേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ്. ഇനി എന്താണ് റീറ്റേറ്റ് സോറി റൊട്ടേറ്റ് സ്റ്റോക്ക് ആൻഡ് കോർഡിനേറ്റ് ദ ഡിസ്പോസൽ ഓഫ് സർപ്ലസസ്. അതായത് നമ്മൾ പല സാധനങ്ങളും നമ്മൾ എന്താണ് വേർതിരിച്ച് നമ്മൾ വെക്കാറുണ്ട് അല്ലെ. ഇപ്പോ പല ഐറ്റംസുകളായി ഇപ്പൊ ഡ്രഗ്സ് തന്നെ, ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറിയാണ്, പക്ഷെ പല ഡ്രഗ്സുകൾ ഉണ്ടാവും അല്ലെ. അതൊക്കെ എന്ത് ചെയ്യണം? കൊണ്ടുവരുമ്പോ നമ്മൾ വേർതിരിച്ച് എന്ത് ചെയ്യണം? നമ്മൾ വേർതിരിച്ച് വെക്കേണ്ടതാണ്. അതാണ് റൊട്ടേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. വേർതിരിച്ച് വെക്കുക. അതുപോലെ തന്നെ എന്താണ്, അത് പല സാധനങ്ങൾ ഇപ്പോ ചിലപ്പോ ഒടിഞ്ഞു പോവാം, വളഞ്ഞു പോവാം, ഡാമേജുകൾ വരാം അല്ലെ, പൊട്ടിപ്പോവാം. അങ്ങനെയുള്ള സാധനങ്ങള് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഡിസ്പോസൽ ചെയ്ത് കളയുകയും ചെയ്യുന്നുണ്ട്. അതും സ്റ്റോർ കീപ്പറുടെ ഡ്യൂട്ടിയാണ്. ഇപ്പോ സിസേഴ്സ് ഒക്കെ അതിന്റെ അറ്റങ്ങളൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോവാം, ചിലപ്പോൾ വളഞ്ഞു പോവാം, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലോട്ടായി വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ ഗ്ലാസ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊട്ടിപ്പോവാം, നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാകുമ്പോ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്ത് കളയുന്നു. Ensure adequate record keeping and manage all documentations to confirm proper stock levels and keep inventory controls. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട പല റെക്കോർഡ്സുകളും കീപ്പ് ചെയ്യുക, പ്രോപ്പർ സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ഇൻവെന്ററി കൺട്രോൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചുള്ള എല്ലാ ഡോക്യുമെന്റേഷനും മാനേജ് ചെയ്യുന്ന ഡ്യൂട്ടി ആരുടേതാണ്? ഈ സ്റ്റോർ കീപ്പറിന്റെ ഡ്യൂട്ടിയാണ്. ഇതാണ് സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റോർ കീപ്പർ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ പ്രോപ്പർ സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, പ്രോപ്പർ ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ. ഇൻവെന്ററി കൺട്രോൾ നമ്മൾ പഠിച്ചില്ലേ, ഇൻവെന്ററി കൺട്രോൾ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നമ്മൾ അത് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചുള്ള എല്ലാ ഡോക്യുമെന്റും കറക്റ്റ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യേണ്ട ഡ്യൂട്ടിയും ഈ സ്റ്റോർ കീപ്പറിന്റേതാണ്. പിന്നെ എന്താണ്? കോർഡിനേറ്റ് ദ ഹാൻഡ്ലിംഗ് ഓഫ് ഫ്രൈറ്റ്. ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഫ്രൈറ്റ്? ഫ്രൈറ്റ് എന്താണ്? എന്താ ഫ്രൈറ്റ്? ചരക്ക്, ഗുഡ്സ് ഇതൊക്കെ പറയാട്ടോ. ഓക്കെ. The movement of equipment and necessary minor repairs. എന്ത് ചെയ്യണം? സ്റ്റോറിലേക്ക് വരുന്ന ഐറ്റംസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാം, ഹാൻഡിൽ ചെയ്യാം അല്ലെ. സ്റ്റോറിലേക്ക് കൊണ്ടുവരുന്ന ബുക്സുകള് കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അതുപോലെ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് മൂവ്മെന്റ് ഓഫ് എക്യുപ്മെന്റ്സ്. ഓക്കെ, യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് കറക്റ്റ് ആയിട്ട് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മൈനർ റിപ്പയേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്യേണ്ട ഡ്യൂട്ടിയും ആരുടേതാണ്? സ്റ്റോർ കീപ്പറിന്റേതാണ്. ഇത്തരം കാര്യങ്ങളാണ് സ്റ്റോർ കീപ്പറിന്റെ ജോബ് സമ്മറിയിൽ അല്ലെങ്കിൽ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസിൽ പറയുന്നത് കേട്ടോ. വായിച്ചു നോക്കാം. 7 കാര്യങ്ങളാണ് പറയുന്നത്.
പഠിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പിൽഫ്രേജ് ആൻഡ് വേസ്റ്റേജ് ഇൻ ഹോസ്പിറ്റൽ. എന്താണ് പിൽഫ്രേജ് എന്ന് പറഞ്ഞാല്? മോഷണം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ പിൽഫ്രേജ് എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പല കോഴ്സസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. കാരണങ്ങൾ, മോഷണം നടക്കുന്നതിന്റെയും വേസ്റ്റേജുകൾ വരുന്നതിന്റെയും പല റീസൺസ്, പല കോഴ്സസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് ഇൻവോൾവ് ലൈഫ് ആൻഡ് ഡെത്ത്. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല്? എമർജൻസി സിറ്റുവേഷൻസ് ദാറ്റ് ഇൻവോൾവ്സ് ലൈഫ് ആൻഡ് ഡെത്ത്. ഇപ്പോ ഫ്ലഡ് വന്നു അല്ലെങ്കിൽ ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത്? ചില ആളുകള് അല്ലെ, കുറെ ആളുകള് മരിക്കാം, കുറെ ആളുകൾക്ക് അപകടങ്ങൾ പറ്റാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോ നമുക്കറിയാം, എമർജൻസി ആക്സിഡന്റ്, എമർജൻസി ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു. അവരുടെ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ അളക്കാനായിട്ട് ക്വാളിറ്റി എമർജൻസി അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ആ ക്വാളിറ്റി ഇൻഡിക്കേറ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് ഇപ്പോൾ ഡിസാസ്റ്റർ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അപ്പോയിന്റ്മെന്റ് ഒന്നും എടുക്കാതെയാണ് ആളുകളെ കൊണ്ടുവരുന്നത് അല്ലേ. 100 കണക്കിന് അല്ലെങ്കിൽ 100-ൽ പരം ആളുകളെയൊക്കെ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവരുന്ന ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഈ ഈ ദുരന്തങ്ങള് എന്ന് പറയുന്നത് അല്ലെ. ഡിസാസ്റ്ററുകളൊക്കെ വരുമ്പോ അല്ലെങ്കിൽ ഫ്ലഡ് വരുമ്പോ അല്ലെ, ഡിസാസ്റ്റർ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് അല്ലെ. 100-ൽ പരം അല്ലെ, കുറെ ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടുവരാം അല്ലെ. അത്രയും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോ ആളുകൾക്ക് എങ്ങനെയുള്ള കെയർ വേണം നമ്മൾ കൊടുക്കാനായിട്ട്? ചിലരുടെ കയ്യോ കാലോ ചിലപ്പോൾ അറ്റുപോയിട്ടുണ്ടാവും അല്ലെ. ചിലപ്പോൾ ചിലരുടെ കൈയും കാലും മാത്രം കിട്ടുന്നുണ്ടാവുള്ളൂ അല്ലെ. അത് ആരുടെയൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അവരുടെ റിലേറ്റീവ്സിന്, ഫാമിലീസിന് കൊടുക്കുന്നത് ആരാണ്? ഹോസ്പിറ്റലുകാരാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള കെയർ അവിടെ കൊണ്ടുവരുന്ന പേഷ്യൻസിന് കൊടുക്കേണ്ടതാണ്. അപ്പൊ അത്തരത്തിൽ ഇപ്പൊ ഒരാളെ തന്നെ ഇപ്പൊ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൊണ്ടുവരുമ്പോൾ തന്നെ അവിടെ ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും കൂടി അവർക്ക് നല്ല രീതിയിലുള്ള കെയർ ഒക്കെ കൊടുക്കാറുണ്ട് ഇല്ലേ. അപ്പൊ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് ആളുകളെ കൊണ്ടുവരുമ്പോൾ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എന്തായിരിക്കും അല്ലെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ കിടക്കാൻ പോലും ബെഡുകൾ പോലും ഉണ്ടാവില്ല ചിലപ്പോ അല്ലെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെയാണ് ഡിസാസ്റ്റർ ഒക്കെ സംഭവിക്കുമ്പോൾ വരുന്നത്. അപ്പൊ 100-ൽ പരം ആളുകളെയൊക്കെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുന്ന സാഹചര്യത്തില് അവർക്ക് എന്താണ്, ചിലപ്പോൾ ധൃതിയില് അല്ലെ, സിസ്റ്റർമാരും അറ്റൻഡേഴ്സ്, നഴ്സുമാരും മറ്റു മെഡിക്കൽ സ്റ്റാഫുകളായാലൊക്കെ ധൃതിയിലും അവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ ചിലപ്പോ ഡ്രഗ്സുകളൊക്കെ പൊട്ടിച്ചിട്ടുണ്ടാവാം. പൊട്ടിച്ചിട്ട് ബാലൻസ് ചിലപ്പോ ഒരു അരക്കുപ്പി അല്ലെങ്കിൽ കാക്കുപ്പിയൊക്കെ ഇരിക്കുന്നുണ്ടാവാം. അവരെന്ത് പെട്ടെന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോ ചിലപ്പോൾ പുതിയത് പൊട്ടിക്കാം, പുതിയ മരുന്നുകൾ പൊട്ടിച്ചിട്ട് അത് പേഷ്യൻസിന് അത് ഉപയോഗിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. അപ്പൊ എന്താണ്, ഈ പഴയത് ചിലപ്പോ ആ പഴയത് എടുത്താൽ മതി, പക്ഷെ എന്താണ് ധൃതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ധൃതിയിൽ നമ്മളായാലും ഇപ്പൊ അടുക്കളയിലായാലും ഏതൊരു സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ധൃതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മള് മറന്നു പോവാറുണ്ട് അല്ലെ. നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഡോക്ടേഴ്സിന്, നഴ്സുമാർക്കായാലും ധൃതിയിൽ അവരുടെ ജീവൻ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ പ്രവർത്തിക്കുമ്പോൾ ഈ പൊട്ടിച്ച ഇത് ബാലൻസ് വരാം. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണ്, അത് വേസ്റ്റ് ആയിട്ട് പോവാം അല്ലെ. ചിലപ്പോ നമ്മൾ എടുക്കാതെ ഇരുന്ന് ചിലപ്പോ ഇത്ര മണിക്കൂറിനുള്ളിലൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഇപ്പൊ സോഡിയം ഒക്കെ നമ്മളിപ്പോ എന്റെ മദറിലോയൊക്കെ നമ്മള് സോഡിയം കുറഞ്ഞപ്പോ കയറ്റിയിട്ടുണ്ടായിരുന്നു. അത് ബാലൻസ് ഒരു അരക്കുപ്പിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അതിപ്പോ സിസ്റ്റർമാരോട് വെച്ചപ്പോ പറഞ്ഞു അത് വേണ്ട, പൊട്ടിച്ചതല്ലേ. അപ്പൊ ഒരു ചിലപ്പോ ഒരാഴ്ച അല്ലെങ്കിൽ 2-3 ദിവസത്തിന് മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ അത് പൊട്ടിച്ച കാരണം ആൾക്ക് വേണ്ട, അത് അതെ അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, പുതിയത് കയറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയില്ല അത് കയറ്റാൻ പറ്റില്ലയോ, ചിലപ്പോ ഈ ഹോസ്പിറ്റലുകാരല്ലേ. അപ്പൊ അങ്ങനെയും നമുക്ക് ചിലപ്പോ നമ്മളെ കൊണ്ട് ക്യാഷ് അടപ്പിക്കാനുള്ള ഒരു ഇതാണോന്ന് അറിയില്ല. അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ അത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയാണ് എന്താണ് ബാലൻസ് ഉള്ളതൊക്കെ ചിലപ്പോൾ ധൃതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ വേസ്റ്റേജുകൾ, മരുന്നുകളൊക്കെ വേസ്റ്റേജുകൾ വരാം എന്നുള്ളതാണ്
അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വൃത്തിയിൽ ഇപ്പൊ നഴ്സുമാർക്കായാലും ഡോക്ടേഴ്സിനായാലും വൃത്തിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ മരുന്നുകളൊക്കെ ചിലപ്പോ എന്താണ് മറ്റുള്ള സ്റ്റാഫുകൾ വന്നിട്ട് അവര് എടുത്തുകൊണ്ട് പോവാം, മോഷ്ടിച്ചു കൊണ്ടുപോവാം. കാരണം ഇവരെ ആരും നോക്കാനൊന്നുമില്ല. എന്താ സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ പേഷ്യൻസിന് നല്ല കാര്യങ്ങള് നല്ല രീതിയിൽ കെയർ കൊടുക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇവരെടുത്തുകൊണ്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ എണ്ണത്തിൽ കുറവുണ്ടോ എന്നൊക്കെ അവര് നോക്കി നിൽക്കും അവിടെ ഇല്ല അല്ലെ. അപ്പൊ അതാണ് അങ്ങനെയും ഈ സ്റ്റേജുകളായാലും ഈ ലീക്കേജും സംഭവിക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് സിറ്റുവേഷൻ നോക്കാം. അർജന്റ് അറ്റൻഷൻ ടു പേഷ്യന്റ് ദാറ്റ് ഇൻവോൾവ്സ് സ്വിഫ്റ്റ് യൂസ് ഓഫ് മെറ്റീരിയൽസ്. ഇനി അർജന്റ് അറ്റൻഷൻ കൊടുക്കേണ്ട പേഷ്യൻസ്, ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് ആയിട്ട് ഒരു പേഷ്യൻസിനെ കൊണ്ടുവന്നു. അപ്പൊ എന്താണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് റെഡി ആയിട്ട് നിൽക്കേണ്ടത്? അവിടെ എന്താണ് അലാംസ് അല്ലെ, ഈ കോഡ് ബ്ലൂ അലേർട്ടുകൾ കൊടുക്കും. അപ്പൊ എന്താണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ നഴ്സുമാരായാലും ഡോക്ടർമാരായാലും മറ്റ് സ്റ്റാഫുകൾ ടെക്നീഷ്യൻസ് ആയാലും റെഡി ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു രീതിയിലാണ് അലേർട്ടുകൾ കൊടുക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ മദർ-ഇൻ-ലോ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ലിസിയിലാണ് കിടന്നത്. അപ്പൊ ആ ടൈമില് ഇങ്ങനെ അലേർട്ട് കൊടുത്തവര് കോഡ് ബ്ലൂ എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിലൊക്കെ നിങ്ങൾ പഠിക്കുന്നില്ലേ, അലേർട്ട് കൊടുക്കുന്നത് 3 പ്രാവശ്യം ഇങ്ങനെ പറയോ അല്ലെ, മൈക്കിൽ വിളിച്ചിട്ട്. ഓക്കെ, അങ്ങനെ പറയുമ്പോ അവിടുത്തെ നഴ്സുമാരായാലും ഡോക്ടർമാരും മറ്റ് സ്റ്റാഫുകളൊക്കെ ഓടിക്കൂടും. ഏത് ഡിപ്പാർട്ട്മെന്റാണ്, ഏത് ഫ്ലോറാണ്, ഏത് റൂമിലേക്കാണ്, ഇപ്പൊ വാർഡിലേക്കാണെങ്കിൽ വാർഡിലേക്ക്. അപ്പൊ അങ്ങനെ അവര് കൂടി നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പോകും. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോ എല്ലാ കാർഡിയാക് അറസ്റ്റ് ആണെങ്കിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ നഴ്സുമാരും സ്റ്റാഫുകളും ടെക്നീഷ്യൻസും ഡോക്ടേഴ്സുമാരും ഉണ്ടാവും. അതുപോലെ ഇപ്പോ എന്താ കാഷ്വാലിറ്റിയിലോട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നതെങ്കിലും അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും അല്ലെ. ഇവര് രണ്ടുപേരും കൂടി ഈ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ കാഷ്വാലിറ്റി എല്ലാവരും കൂടി ചേർന്നുകൊണ്ടായിരിക്കും അവർക്ക് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുന്നത് അല്ലെ. അവരുടെ ജീവൻ രക്ഷിക്കണം അല്ലെ, ഭയങ്കര രീതിയിലുള്ള അർജന്റ് ആയിട്ടുള്ള കെയർ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാ ഡോക്ടേഴ്സുമാരായാലും ഈ എത്ര ഡോക്ടേഴ്സ് ഉണ്ടോ ആ ഡോക്ടേഴ്സ് ഒക്കെ അവിടെ വരാറുണ്ട്. അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടിരിക്കുന്ന പെട്ടില് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലൊക്കെ മദർ-ഇൻ-ലോനെ കൊണ്ടുപോയപ്പോ ലാസ്റ്റ് സിറ്റുവേഷനിൽ കാർഡിയാക് അറസ്റ്റ് വന്നിട്ടാണ് വെച്ചത്. ഡയാലിസിസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, കൊടുക്കലൂരിൽ നിന്ന് ആള് ആംബുലൻസിലേക്ക് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി. ലാസ്റ്റ് സിറ്റുവേഷനില് അവിടെ എത്താനായപ്പോഴത്തേനും ആള് മരിച്ചു. ഡയാലിസിസ് ചെയ്യണം എന്ന രീതിയിലാണ് പോയി. കിഡ്നി കംപ്ലൈന്റ് ഒക്കെ വന്നപ്പോ ഡയാലിസിസ് ചെയ്യണം, ഡയാലിസിസ് ചെയ്താൽ ഇനി കറക്റ്റ് ആയിട്ടുള്ള ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയപ്പോ ആംബുലൻസിൽ നിന്ന് ഇറക്കി. എന്നിട്ട് മെഡിക്കൽ കോളേജിൽ ആ ഫ്ലോറിലോട്ട് ആളെ കയറ്റി എന്നിട്ട് ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി. അപ്പൊ നോക്കിയപ്പോഴും ആളുടെ ബെഡില് മൊത്തം ഡോക്ടേഴ്സും അതുപോലെ നഴ്സുമാരും എല്ലാവരും വന്ന് ഇങ്ങനെ റൗണ്ട് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് പറയുന്നത്, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യന്റിനെ എമർജൻസി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടേക്ക് എല്ലാ സ്റ്റാഫുകളും എല്ലാ ഡോക്ടേഴ്സുമാരായാലും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സും അർജന്റ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവും രോഗിയുടെ അടുത്ത്. അപ്പൊ എന്താണ്, ഇവര് കെയർ കൊടുക്കാനായിട്ട് രോഗിയെ നോക്കാനായിട്ടുള്ള ഒരു തന്ത്രപ്പാടിലായിരിക്കും ഇല്ലേ. പക്ഷെ എന്താണ് മറ്റു സ്റ്റാഫുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇപ്പൊ ഹൗസ് കീപ്പിങ്ങോ അങ്ങനെയുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് മറ്റു പല സാധനങ്ങൾ വന്നിട്ട് മോഷ്ടിച്ച് കൊണ്ടുപോകാനായിട്ട് ഉള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അവിടെ ഇല്ലേ. അങ്ങനെ വരില്ലേ. അപ്പൊ എന്താണ് ഇവര് നല്ല രീതിയിൽ നല്ല രീതിയിൽ കെയർ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷെ ഇവര് നോക്കുന്നില്ല, അല്ലെങ്കിൽ ഡ്രഗുകൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റു പല സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ എന്നും അവരെ ശ്രദ്ധ കൊടുക്കുന്നില്ല. രോഗിയെ ശുശ്രൂഷിക്കുക, രോഗിക്ക് നല്ല രീതിയിൽ ജീവൻ നിലനിർത്താനായിട്ടുള്ള കെയർ കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമായിരിക്കും അവർക്ക് അല്ലെ. മറ്റു സ്റ്റാഫുകൾ വന്നിട്ട് ഇങ്ങനെയുള്ള മോഷ്ടിക്കലും അതുപോലെ തന്നെ വേസ്റ്റേജുകൾ വരുത്താനായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി എക്സ്പോഷർ ഓഫ് സ്റ്റോക്ക് കണ്ടിന്യൂസ്ലി ടു ലോവർ ലെവൽ പേഴ്സണൽ നോ സ്റ്റാൻഡർഡൈസ്ഡ് ആക്ടിവിറ്റി. അതായത്
നോൺ സ്റ്റാൻഡർഡൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടക്കും ചിട്ടയും ഇല്ലാത്ത, നോൺ സ്റ്റാൻഡർഡൈസ്ഡ് എന്ന് പറഞ്ഞാൽ അടക്കും ചിട്ടയും ഇല്ലാത്ത ഒരു രീതിയിൽ, അതായത് ലോവർ ലെവൽ പേഴ്സണൽ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ആരായിരിക്കും ലോവർ ലെവൽ പേഴ്സണൽ എന്ന് പറഞ്ഞാല് അറിയാൻ പറ്റുമോ? ലോവർ ലെവൽ പേഴ്സൺസ് ആരായിരിക്കും? ഏത് സ്റ്റാഫുകളെ ആയിരിക്കും എങ്ങനെ പറയുന്നത്? ക്ലീനേഴ്സ്. ഓക്കെ, വെരി ഗുഡ്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകള്, അറ്റൻഡേഴ്സുമാര്, അവരൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ലോ സാലറി ഉള്ള പേഴ്സൺസ് അല്ലെങ്കിൽ ലോ സാലറി ഉള്ള സ്റ്റാഫുകള് അവരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അറ്റൻഡർമാരായാലും ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളൊക്കെയാണ് ലോവർ ലെവൽ പേഴ്സൺസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് ഇവർക്ക് മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കുമ്പോൾ അവരൊരു അടക്കം ചിട്ടയും ഇല്ലാതെയാണ് പെരുമാറുന്നത്. നമുക്കറിയാം ഇപ്പൊ സ്റ്റോറിൽ ഇപ്പൊ ലോഷൻസ് ആയാലും ഡെറ്റോള് അങ്ങനെ പല രീതിയിലുള്ള ക്ലീനിങ് ലോഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? കുറെ കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാല് എന്താണ് അവര് കുറെ അത് ലിക്വിഡ് ഒഴിക്കാനായിട്ടും അല്ലെ അത് എന്ത് ചെയ്യുന്നുണ്ട്? കുറെ കാണുമ്പോ കുറെ ഉണ്ടല്ലോ, നമ്മളായാലും ഇപ്പൊ എന്താ കുറെ ഉണ്ട്, അപ്പൊ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അല്ല അല്ലെ. ആവശ്യത്തിന് മാത്രം നമ്മൾ എടുത്തിട്ട് ഉപയോഗിക്കണം അല്ലെ. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പൊ കുറെ സ്റ്റോറിൽ ഇങ്ങനെ കുറെ ലോഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടു. അപ്പൊ ഇവര് വിചാരിച്ചെന്താണ്? കുറെ സാധനങ്ങളുണ്ട്, കുറെ ഇവർ ഇരിക്കുന്നത് കണ്ടപ്പോ ഇവരെന്ത് ചെയ്തു? അത് ലോഷൻ ഉപയോഗിക്കുന്നത് ഇപ്പോ എടുക്കുന്നതിലും കൂടുതൽ എടുത്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതാണ് അടക്കം ചിട്ടയും ഇല്ലാതെ പെരുമാറുന്ന ഒരു രീതി. അപ്പൊ എന്താണ് അവിടെ വരുന്നത്? വേസ്റ്റേജ് ആണ് സംഭവിക്കുന്നത് അല്ലെ. ആവശ്യത്തിന് മാത്രം അത് ലിക്വിഡ് ചെയ്താൽ മതി, എന്താ പറയാ, ഡൈല്യൂട്ട് ചെയ്താൽ മതി. പക്ഷെ എന്താണ് ഇവര് ആവശ്യത്തിലധികം എന്ത് ചെയ്യുന്നുണ്ട്? അധികം കണ്ടപ്പോ അവരിതെടുത്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ്? വേസ്റ്റേജ് ആണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ടു മെനി ഓട്ടോണമസ് യൂണിറ്റ്. ഓട്ടോണമസ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം സ്വയംഭരണ യൂണിറ്റുകൾ. അതാണ് ടു മെനി ഓട്ടോണമസ് യൂണിറ്റിന്റെ മീനിങ് ആയിട്ട് പറയുന്നത്. വളരെയധികം സംഭരണ യൂണിറ്റുകള്, സ്വയംഭരണ യൂണിറ്റുകള് ഉണ്ടെങ്കിൽ നോക്കി, അതായത് നമ്മളൊരു മെയിൻ യൂണിറ്റിന് കീഴില് സബ് യൂണിറ്റ് വരുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു മെയിൻ യൂണിറ്റ് ഉണ്ടാവും, അതിന്റെ കീഴില് സബ് യൂണിറ്റുകൾ, കുറേയധികം സബ് യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ. ഇപ്പോ നമ്മൾ പഠിച്ചു CSD പഠിച്ചിട്ടുണ്ട് അല്ലേ. CSD എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനമായിട്ടുള്ള ഐറ്റംസുകൾ നമ്മൾ കൊടുത്തിട്ട് അത് ക്ലീൻ ആക്കിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് അവിടെ നടക്കുന്നത് അല്ലെ. ഹോസ്പിറ്റലിൽ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? CSD പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ അപ്പൊ ആ CSD എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ യൂണിറ്റ് ആക്കി എടുക്കാം. ഇനി അതിന് കീഴിൽ കുറെ എന്താണ് സബ് യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഐറ്റംസ് കൊണ്ടുവന്ന് CSDക്ക് കൊടുത്ത് CSDന്റെയും സബ് യൂണിറ്റുകളിലേക്ക് കൊടുത്ത് അത് അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഈ മെയിൻ യൂണിറ്റ് മാത്രമാണെങ്കിൽ അവിടെ എന്താണ്? അവിടെയുള്ള എല്ലാ വർക്കേഴ്സിനും കൺട്രോളബിൾ ആണ്, കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് ഇല്ലേ. ഇനി കുറേയധികം സബ് യൂണിറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്? അവരൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അവിടെ അവര് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, റേഞ്ച് നടത്തുന്നുണ്ടോ, അതുപോലെ തന്നെ വേസ്റ്റേജ് സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും ഒരാളുടെ ഒരു മേൽനോട്ടത്തിൽ നോക്കി നടത്താനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ കുറെ അധികം വേസ്റ്റേജുകൾ സംഭവിക്കാം, അല്ലെങ്കിൽ എന്താണ് ഫിൽട്രേജ് സംഭവിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. അത്തരത്തിലുള്ള സബ് യൂണിറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഓക്കെ, മനസ്സിലായോ കോൺസെപ്റ്റ്? അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി എന്താണ്? involves the involvement of more departments in comprehensive administration. അതായത് എന്താണ്? അവിടെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണല്ലോ കൊടുത്തിരിക്കുന്നത്. അവിടെ ഡെപ്സ് ഉണ്ട്, അവിടെ തെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ PDF കറക്റ്റ് ആക്കിയിട്ടല്ല കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ തെറ്റി വന്നിട്ടുണ്ട്. കറക്റ്റ് ആണ് സ്ക്രീനിൽ ഇല്ലേ. ഡിപ്പാർട്ട്മെന്റ്സ് തന്നെയല്ലേ, അതിന്റെ ഷോർട്ട് ഫോം തന്നെയല്ലേ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അവിടെ പീഡ് അവിടെ B ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പണ്ട്, അപ്പൊ അത് തെറ്റി വന്നിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ, കറക്റ്റ് ആണ്. അവിടെ നോക്കാം. ഇൻവോൾവ്മെന്റ് ഓഫ് മോർ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ കോംപ്രിഹെൻസീവ് അഡ്മിനിസ്ട്രേഷൻ. അതായത് നമ്മള്
എന്താണ് അവിടെ പറയുന്നത്? ഈ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോ ഒരു രോഗിയെ നമ്മൾ കൊണ്ടുവരുമ്പോ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടിച്ചേർന്നാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇല്ലേ? ഇപ്പൊ എന്താണ്, ഇപ്പൊ ഒരു രോഗിക്ക് കാർഡിയാക് അറസ്റ്റ് ആയിട്ട് വരുമ്പോ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ ആ രോഗിക്ക് ന്യൂറോന്റെ പ്രോബ്ലം, ഇപ്പോ സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ന്യൂറോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ഇപ്പോ ഓർത്തോന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റും കൂടി ചേർന്നപ്പോ ഇപ്പൊ 3 ഡിപ്പാർട്ട്മെന്റും കൂടിയും ചേർന്നിട്ടായിരിക്കും ആ രോഗിക്ക് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുന്നത് ഇല്ലേ? എന്താണ്, ന്യൂറോന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൃദയസംബന്ധമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഓർത്തോന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ, അപ്പൊ എന്താണ്, ഈ 3 ഡിപ്പാർട്ട്മെന്റും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ രോഗിക്ക് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ കുറെ ആളുകള് അവിടെ എന്താണ്, ഇപ്പോ നമ്മൾ പറഞ്ഞു എന്താണ്, ഇപ്പൊ ഒരു രോഗിയെ കാർഡിയാക് അറസ്റ്റ് ആയിട്ട് വന്നപ്പോ ആ രോഗിക്ക് കുറെ അധികം പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഈ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സ്റ്റാഫുമാർ, ഇപ്പോ എന്താണ്, എന്റെ മദറിലേക്ക് എന്താ ന്യൂറോന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലങ്സ്, ഈ എന്താണ് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോ ആളെ ആദ്യം കൊണ്ടുവന്നത് ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോ സ്ട്രോക്ക് ആയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോ ന്യൂറോന്റെ ICUലാണ് ആദ്യം കിടത്തിയിരുന്നത്. പിന്നെ രണ്ടാമത് വീട്ടിൽ വന്നു ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയി, അങ്ങനെ കൊണ്ടുപോയപ്പോ മെഡിക്കൽ ICUലാണ് കിടത്തിയിരുന്നത്. അപ്പോ 2 പേര് അവിടെ ചെന്നപ്പോ 2 ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാര് വന്നിട്ട് പരിശോധിക്കായിരുന്നു ആള്. ഇപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറും വരുമായിരുന്നു, അതുപോലെ തന്നെ ന്യൂറോയിലെ ഡോക്ടർ വരികയായിരുന്നു, അതുപോലെ തന്നെ മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ ICUവിലെ ആ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാരും സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സും വന്നിട്ട് അദ്ദേഹത്തെ അല്ലെ ഈ അമ്മായിമ്മനെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പൊ 3 ഡിപ്പാർട്ട്മെന്റ് കൂടി ചേർന്നിട്ടാണ് ഒരു രോഗിയെ കൊണ്ടുവരുമ്പോ എന്തൊക്കെ പ്രോബ്ലം ആ രോഗിക്കുണ്ടോ, അപ്പൊ ആ പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട ആ ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്നിട്ടാണ് രോഗിയെ നോക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്. അപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, 3 പേരും കൂടി ചേർന്നിട്ടാണ് നമ്മൾ പറഞ്ഞു അല്ലെ. അങ്ങനെ നോക്കുമ്പോ പല സ്റ്റാഫുകളും അല്ലെങ്കിൽ പല ഇപ്പൊ ICUവിൽ തന്നെയായാലും കാഷ്വാലിറ്റിയിലായാലും ഈ ഡിപ്പാർട്ട്മെന്റിലെ നഴ്സുമാരായാലും സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സ്മാരായാലും ഈ രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ വേറെ പല ഹൗസ് കീപ്പിംഗ് തന്നെ എടുക്കാം, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളും ഉണ്ടാവും അവിടെ ഇല്ലേ കാഷ്വാലിറ്റിയിലൊക്കെ. അപ്പൊ അവരെന്താണ് പല എന്താണ് മോഷണങ്ങളും അല്ലെങ്കിൽ പല ട്രക്കുകളായാലും അല്ലെങ്കിൽ പല സാധനങ്ങളായാലും എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള സാഹചര്യം അവർക്കുണ്ട് ഇല്ലേ. നമ്മളെന്താണ് രോഗിയെ ശുശ്രൂഷിക്കുക എന്ന് മാത്രമായിട്ടുള്ളൊരു ഇതിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. പക്ഷെ എന്താണ്, അവര് വന്നിട്ട് പല സാധനങ്ങളും എടുത്തുകൊണ്ട് പോകാനായിട്ടും വേസ്റ്റേജ് വരുത്താനായിട്ടും, വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രക്കുകളായിട്ട് നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ അത് പൊട്ടിച്ചതുണ്ടാവും, ചിലപ്പോ എന്താണ് എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോ അത് വേസ്റ്റേജ് സംഭവിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ സ്റ്റാഫുകൾ വന്നിട്ട് എന്താണ് പല സാധനങ്ങളും എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. സെയിം തന്നെയുള്ള പോയിന്റുകളാണ് കേട്ടോ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾ വെച്ച് പറയുന്നത്. ഇനി പറയുന്നത് എന്താ, നോ ജോബ് സ്പെസിഫിക്കേഷൻ. എന്താണ് അത് പറയുന്നത്? ഇപ്പോ ഒരാൾ അപ്പോയിന്റ്മെന്റ് ചെയ്തപ്പോ അയാളെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ആരുമില്ല, നിന്റെ ജോബ് ഇതാണ് അല്ലെങ്കിൽ നിന്റെ ജോബ് ഹൗസ് കീപ്പിംഗ് ആണ്. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അപ്പോയിന്റ്മെന്റ് ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയിട്ട് നമ്മൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെ വാർഡിലാണോ അല്ലെങ്കിൽ റൂമിലാണോ ഏത് ഫ്ലോറിലാണ്, ഇതൊക്കെ പറഞ്ഞു തന്നാൽ മാത്രമാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ നിന്റെ ജോലി എന്താണ്, അടിച്ചു വാരുക മാത്രമാണ്, അല്ലെങ്കിൽ നിന്റെ ജോലി ഈ ഡിപ്പാർട്ട്മെന്റിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല. ഞാൻ എങ്ങനത്തെ ഡ്യൂട്ടി ചെയ്യണം, ഏതൊക്കെ റെസ്പോൺസിബിലിറ്റീസ് എന്റെ മേലുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് ഈ മനസ്സിലാക്കിച്ചിട്ട് മാത്രമാണ് ആ ഡ്യൂട്ടി ചെയ്യിക്കാനായിട്ട് ആളെ വിടാൻ പാടുള്ളൂ ഇല്ലേ. അല്ലെങ്കിൽ നിന്റെ ജോലി ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ എവിടെ പോയി ചെയ്യാനാണ്? അപ്പൊ അതാണ് പറയുന്നത് നോ ജോബ് സ്പെസിഫിക്കേഷൻ. അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ട് ആളോട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നല്ല രീതിയിൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാനായിട്ട് ഇടവരും. അതുപോലെ തന്നെ ഒരു അടക്കം ചിട്ടയും ഇല്ലാതെ അവന് എല്ലാ ജോലികളും ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെ ക്ലിക്ക് സംഭവിക്കാം. അതുപോലെ തന്നെ അവര് തോന്നിയ പോലെ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ആണെങ്കിൽ നീ എന്താണ് ചെയ്യേണ്ടത്, അടിച്ചുവാരലാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവന് തോന്നിയ പോലെ അവന്റെ രീതിയിൽ ചെയ്യാനായിട്ടുള്ള
ഒരു രീതിയിലേക്ക് മാറും അവൻ. അതുപോലെ തന്നെ ഇപ്പോ ലോഷൻസ് ഒക്കെ ഇത്ര ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ഓരോരുത്തരെയും ചുരുക്കി നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനത്തെ രീതിയിലായില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അവന് ഇഷ്ടംപോലെ അതനുസരിച്ച് ഡൈലൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ വേസ്റ്റേജ് സംഭവിക്കാം. അവിടെ അവന് തോന്നിയ പോലെ അവന് ജോലി ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് പറയുന്നത് നോ ജോബ് സ്പെസിഫിക്കേഷൻ. കറക്റ്റ് ആയിട്ട് അവന്റെ സ്പെസിഫൈ ചെയ്ത് പറയാം. ഓക്കെ, ഇനി എന്താ, ഹോൾഡിംഗ് ഓഫ് ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് ഓഫ് ഈച്ച് യൂണിറ്റ്. അതായത് എന്താണ് ഇവിടെ എന്താ പറയുന്നത്, holding of a large stock of materials for each unit. ഓരോ ഡിപ്പാർട്ട്മെന്റിനും നമ്മൾ എന്ത് ചെയ്യണം, ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം, നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റ് എടുക്കാം, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ്, അവിടെ നമ്മൾ കുറെ അധികം ആവശ്യത്തിലധികം മെറ്റീരിയൽസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, കൊടുത്തു കഴിഞ്ഞാല് മോഷ്ടിച്ചു കൊണ്ട് പോവാം ഇല്ലേ, വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോവാം അല്ലെ. ആവശ്യത്തിലധികം നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത രീതിയിൽ ഇപ്പൊ ഒരു 10 എണ്ണം പറഞ്ഞു 15 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, കുറെ അധികം അവിടെ വന്നു അല്ലെ. അതുകൊണ്ട് തന്നെ ഒരെണ്ണം കൊണ്ട് പോവാം അല്ലെ, ഒരു രീതിയിലേക്ക് മാറും അല്ലെ ആളുകള്. അതാണ് അവിടെ പറയുന്നത്, വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോവാം, ഫിൽട്രേറ്റ് സംഭവിക്കാം. ഇനി എന്താ, പാർട്ട് 2 മെനി വിസിറ്റേഴ്സ് അറൌണ്ട് ദ ക്ലോക്ക്. അതുപോലെ തന്നെ എന്താണ്, കുറെ അധികം വിസിറ്റേഴ്സ് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നിങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായാലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായാലും കണ്ടു കഴിഞ്ഞാൽ അല്ലെ വളരെയധികം തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അപ്പോ അവിടുത്തെ സ്റ്റാഫുകൾക്ക് എന്താണ്, അവരാരെയും ശ്രദ്ധിക്കാനായിട്ടൊന്നും പറ്റില്ല. റിസപ്ഷൻ ഏരിയയിലായാലും ലാബിലായാലും വളരെയധികം തിരക്കൊക്കെ, വിസിറ്റേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ എന്താണ്, അവിടുത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ട് ആ വിസിറ്റേഴ്സിന് ഉള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അല്ലെ. അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. സ്റ്റാഫിനെ പറഞ്ഞിട്ട് കാര്യമില്ല, പറയാൻ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഡ്യൂട്ടിയും അല്ലെ, ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അത്ര ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നൊക്കെ ഉണ്ടാവും അല്ലെ. പക്ഷെ അങ്ങനെ വളരെയധികം തിരക്കും കാര്യങ്ങളൊക്കെ വരുമ്പോ ആളുകളെ ശ്രദ്ധിക്കാൻ പറ്റില്ല. ആളുകൾ എന്താ ചെയ്യണത് എന്നുള്ളത് ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല. അപ്പൊ വിസിറ്റേഴ്സിലൂടെ ലീക്കേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെന്താ, പ്രോപ്പർ ചെക്ക് ഓൺ സ്റ്റാഫ് when they leave duty. അതുപോലെ തന്നെ അവര് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോ അവരെ ചെക്ക് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അല്ലെ, ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. അവരുടെ ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ചെറിയ പാത്രങ്ങളോ അല്ലെങ്കിൽ ചെറിയ ലോഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ബാഗിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ബാഗിൽ വെച്ച് കൊണ്ടുപോകാറുണ്ട് ഇല്ലേ. അങ്ങനെ വെച്ച് കൊണ്ടുപോകാം. അങ്ങനെ പലരും എടുത്തുകൊണ്ട് പോവാറുണ്ട്. അങ്ങനെ സംഭവിക്കാം അല്ലെ. അപ്പൊ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ചെക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പല മോഷണങ്ങളും സംഭവിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. ആക്ച്വൽ സ്റ്റോറേജ് ഇൻ മാർക്കറ്റ്. അതുപോലെ തന്നെ ഷോർട്ടേജ് ആക്ച്വൽ ഷോർട്ടേജ് ഇൻ മാർക്കറ്റ്. ഇപ്പൊ മാർക്കറ്റിൽ എന്തെങ്കിലും ഐറ്റത്തിന്റെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ കരിഞ്ചന്ത എന്നൊക്കെ പറയാറില്ല. ഇപ്പൊ എന്താ കേട്ടിട്ടുണ്ടാവില്ല കരിഞ്ചന്ത. ഇപ്പൊ അരി മറിച്ച് വിൽക്കുന്നതൊക്കെ, ഇപ്പൊ എന്താ റേഷൻ കടയിലുള്ള അരികള് കൂടിയ വിലക്ക് മറിച്ച് വിൽക്കുന്നത്, നല്ല അരിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് കരിഞ്ചന്ത എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെയാണ് മാർക്കറ്റിൽ എന്തെങ്കിലും ഐറ്റത്തിനൊക്കെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ ഡ്രഗോ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് മാർക്കറ്റിൽ അവർ മറിച്ച് വിൽക്കും. ഓക്കെ, അതാണ് കേട്ടോ. അപ്പൊ അവിടെ എന്താ നടക്കുന്നത്, ഫിൽട്രേജ് ആണ് നടക്കുന്നത് അല്ലെ. ഹോസ്പിറ്റലിൽ നിന്ന് എടുത്താണ് കൊണ്ടുപോകുന്നത്, എന്നിട്ട് അവര് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്നു. ഇനി എന്താ, പുവർ മെറ്റീരിയൽ മാനേജ്മെന്റ് ആൻഡ് ഓഡിറ്റ് സിസ്റ്റം. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് എന്താണ്, കൃത്യമായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും ഒന്നുമില്ലെങ്കിൽ ഈ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പുവർ ആവാം. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ട് മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള കണക്കും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ടുള്ള നമുക്ക് എന്താണ് കണക്കും കാര്യങ്ങളും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സംഭവിക്കാം അല്ലെ. ഐറ്റംസ് ഒക്കെ നമുക്ക് വീട്ടിലേക്ക് എടുത്തുണ്ടോ, കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് അല്ലെ. ഓക്കെ, പിന്നെന്താ, too many hospital staff remaining in the some computer. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്, കോമ്പൗണ്ട്
ഇവിടെ പറയുന്നത് മെനി ഹോസ്പിറ്റൽ സ്റ്റാഫ് റിമൈനിങ് എന്താണ് പറയുന്നത്? ഇവിടെ ഇപ്പൊ കുറെ ഹോസ്പിറ്റൽ സ്റ്റാഫുകള് നമ്മൾ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, ഒരു ഓർഗനൈസേഷനിൽ 5 ആള് മതി, പക്ഷെ ഒരു 15 വർക്കേഴ്സ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ അവരെ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല അല്ലെ? നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ? 5 ആളുകൾ മതി, പക്ഷെ 15 ആളുകളുണ്ട്. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിലും പല ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള മേഖലകളാണ്, കുറെ വർക്കേഴ്സ് ഉണ്ട്, പക്ഷെ അത്രയും എന്താണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വർക്കേഴ്സ് ആണ് അവിടെ ഉള്ളത് അല്ലെ? അതുകൊണ്ട് തന്നെ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോ അങ്ങനെ വർക്കേഴ്സ് കൂടിയിട്ടുണ്ടെങ്കിലും എന്താണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പലരും എന്താണ് ഇതൊരു എന്താ കരുവാക്കി എടുത്തിട്ട് എങ്ങനെ പല സാധനങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. കാരണം എന്താ, അവരെ കൺട്രോൾ ചെയ്യാനായിട്ട്, അവരെ നോക്കാനായിട്ട്, അവരെന്താണ് ചെയ്യുന്നത് നോക്കാനായിട്ടോ സൂപ്പർവൈസ് ചെയ്യാനായിട്ടൊന്നും ആളുകൾ ഇല്ല. അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ആൾക്കാർ ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പൊ സ്റ്റാഫുകൾ കൂടി കഴിഞ്ഞാലും അവർക്ക് എന്താണ് മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട്. Inadequate workforce to document the expenditure and the revenue accurately. അതുപോലെ തന്നെ ഇപ്പൊ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്താത്ത സ്റ്റാഫുകളുടെ അഭാവം, അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. എക്സ്പെൻഡിച്ചർ ഇത്രയാണ്, കൃത്യമായിട്ടുള്ള റവന്യൂ ഇത്രയാണ്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അതും എന്താണ് മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അത്തരത്തില് ലീക്കേജ് സംഭവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് നടക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ലീക്കേജിന്റെ പ്രോസസ് അല്ലെങ്കിൽ വേസ്റ്റേജ് വരുന്നതിന്റെ കാരണങ്ങളായിട്ട് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ വായിച്ചു നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ഐറ്റംസ് ഇൻവോൾവ്ഡ് ഇൻ ലീക്കേജ്. ഐറ്റംസ് കേട്ടോ, MS എന്നാണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഐറ്റംസ് എന്നല്ലേ കൊടുത്തിരിക്കുന്നത്? റോങ് ആണോ? ഐറ്റംസ് എന്നാക്കാം കേട്ടോ. അതെ അല്ലെ? ഓക്കെ, ഐറ്റംസ് എന്നാക്കാം. ഐറ്റംസ് എന്ന് എഴുതാം, അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഐറ്റംസ് ഇൻവോൾവ്ഡ് ഇൻ ലീക്കേജ് ഏതൊക്കെ ഐറ്റംസ് ആണ് മോഷണം പോകുന്നത് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രഗ്സുകൾ നമ്മൾ പറഞ്ഞല്ലോ, ഡ്രഗ്സുകൾ പോവാം,
അതുപോലെ തന്നെ ഫുഡ് മെറ്റീരിയൽസ് പോകുന്നത് ഇപ്പൊ പാചകം ചെയ്യുന്നതിന് മുൻപ് സ്റ്റോറിൽ ഇങ്ങനെ ഐറ്റംസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ. അപ്പൊ അത് ഐറ്റംസ് ഇങ്ങനെ ഓരോന്നും എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ രോഗികൾക്ക് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ ഭക്ഷണം പാചകം ചെയ്ത രോഗികൾക്ക് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ അവിടെ ആ ടൈമിൽ മോഷണം പോകാം. അപ്പൊ ചില രോഗികൾക്കൊക്കെ നമ്മൾ പറയും ഫുഡ് ഇന്നത് മാത്രം കൊടുത്താൽ മതി, ഇന്നത് കൊടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കട്ടെ ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറയും. പക്ഷെ ആ രോഗികൾ കഴിക്കുന്നുണ്ടോ? അവർ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കഴിക്കും അല്ലെ. ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ആരാ കഴിക്കുന്നത്? ചിലപ്പോ അവിടെയുള്ള ഒരു സ്റ്റാഫുകളൊക്കെ ആയിരിക്കും. അങ്ങനെ രോഗികൾക്ക് എത്തുന്നില്ല. അങ്ങനെയുള്ള മോഷണങ്ങൾ പോവാം. പിന്നെ അതുപോലെ തന്നെ ലിനൻ തുണികള്, മെറ്റീരിയൽസ് വെയർ സച്ച് ആസ് യൂട്ടൻസിൽസ്. ഓക്കെ, യൂട്ടൻസിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രങ്ങള്. ഓക്കെ, ഇതൊക്കെ നമ്മള് ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ആകുമ്പോ ബാഗിലൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാം. അതാണ് അവിടെ പറയുന്നത്. ഇൻസ്ട്രുമെന്റ്സ്, ഓക്കെ, ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ബാഗിൽ വെച്ചിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള ഐറ്റംസ് ആണ് മോഷണം സംബന്ധിച്ച് കൊണ്ടുപോകുന്നത്. ഡ്രഗുകള്, ഫുഡ് മെറ്റീരിയൽസ്, ലിനൻ, അതുപോലെ മെറ്റീരിയൽസ്, യൂട്ടൻസിൽസ്, പാത്രങ്ങള്, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ് പിൽഫ്രേജ് സംഭവിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എന്താണ് ഡിറ്റക്ഷൻ ഓഫ് പിൽഫ്രേജ്. എങ്ങനെ പിൽഫ്രേജ് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും? രണ്ട് കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി abrupt rise in routine needs or demand. അതായത് എന്താണ് അബ്രപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്നാണ് മീനിങ് വരുന്നത്. അബ്രപ്റ്റ് മീൻസ് പെട്ടെന്ന്. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിലെ സാധാരണ എന്തൊക്കെ സാധനങ്ങളാണോ ആവശ്യമായിട്ട് വരുന്നത് അതില് പെട്ടെന്നുണ്ടാകുന്ന വർധനകൾ. ഇപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റ് റേഡിയോളജിയോ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് നിങ്ങളൊന്ന് ചിന്തിക്കാം. അപ്പോ അവര് സാധാരണ പറയുന്നത് ചിലപ്പോ ഇത്രയും ഒരു 10-20 മെറ്റീരിയൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ 20 ഐറ്റംസ് നമുക്ക് വേണം. സ്ഥിരമായിട്ട് അവര് പറയുന്നുണ്ട്. കഴിയുന്നതനുസരിച്ചിട്ട് അവര് അത് വാങ്ങിച്ചു വെക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വാങ്ങിക്കുമ്പോൾ 20 ഐറ്റംസ് പെട്ടെന്ന് ഒരു സന്ദർഭത്തിൽ ഒരു 30-40 വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കാം? അപ്പൊ അവിടെ ഒരു ചോദ്യം ചെയ്യലുണ്ടാവും അല്ലെ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോ ഇങ്ങനെ വേണം എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ചിന്തിക്കാവുന്നതാണ് അവിടെ എന്താണ് മോഷണം സംഭവിക്കുന്നുണ്ട് അല്ലെ. ഒരു ഇന്നർ മീനിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ് മോഷണം സംഭവിക്കുന്നുണ്ട്. ഇത്രയും ആവശ്യം വരുന്നില്ല അവിടെ, 20 ആവശ്യമുള്ളൂ. പിന്നെ എന്തിനാണ് അവർ ഒരു 30 പറഞ്ഞത് അല്ലെങ്കിൽ ഒരു 25 പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കാം? ഓക്കെ, വീട്ടിലേക്ക് കൊണ്ടുപോകാനായിരിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് ഏതാണ് പിൽഫ്രേജ് വരുന്നതിന് കാരണം? ഇനി അൺറീസണബിൾ എക്സ്പെൻഡിച്ചർ ഓഫ് എനി സെക്ഷൻ കമ്പയർഡ് ടു പ്രീവിയസ് ഇയേഴ്സ്. എന്താണ് പ്രീവിയസ് ഇയറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻഡിച്ചറിൽ എന്താണ് അൺറീസണബിൾ, കാരണമില്ലാത്ത രീതിയിലുള്ള എക്സ്പെൻഡിച്ചർ വരുന്നു, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ആകുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? നമുക്ക് ക്ലിയറായിട്ട് ചിന്തിച്ചു നോക്കിക്കൂടെ? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നത് അല്ലെ? പ്രീവിയസ് ഇയേഴ്സിൽ ഇത്രയും കാര്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും എക്സ്പെൻഡിച്ചർ ആയിരുന്നു തുടർന്ന് വന്നിരുന്നത്. പിന്നീട് ഒരു സന്ദർഭത്തിൽ നോക്കിയപ്പോൾ കാരണമില്ലാതെയുള്ള എക്സ്പെൻഡിച്ചർ, അത് എന്തുകൊണ്ടായിരിക്കാം അല്ലെ? അതെന്താണ്? മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതെന്താണ്? ജസ്റ്റ് വെറുതെ കാരണമില്ലാതെ തട്ടിക്കുട്ടി എഴുതിയിട്ടുണ്ടാവും അല്ലേ, ഇന്നതാണ് എക്സ്പെൻഡിച്ചർ വരാനുള്ള കാരണം അല്ലെ. ചിലവര് അങ്ങനെ എഴുതി വെക്കാറുണ്ട് അല്ലെ. ചില സ്റ്റോക്ക് എടുക്കുമ്പോ നമ്മള് പലരും പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അങ്ങനെ കാണാറുണ്ട്. പല ഇപ്പോ നമ്മള് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ അത് വേറെ എന്തെങ്കിലുമൊക്കെ കയറ്റിക്കോളാം, പൈസ ഏതെങ്കിലുമൊക്കെ കയറ്റിക്കോളാം എന്നൊക്കെ പറയാറുണ്ട് ചിലവര് അല്ലേ. അപ്പൊ അതാണ് പറയുന്നത്. ഇപ്പോ എന്തെങ്കിലും വേണ്ടിയിട്ട് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മള് ഒരു മെറ്റീരിയൽസ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ആ പ്രൈസ് വേറെ എന്തെങ്കിലും ഐറ്റത്തിന് കയറ്റിയിട്ട് കുറച്ച് കയറ്റിയിട്ട് അത് ടാലി ആക്കുന്ന ഒരു ഇത് കാരണമില്ലാതെ അല്ലെ. അപ്പൊ എന്താണ്? അതൊക്കെ എന്താണ്? പിൽഫ്രേജ് ആണ് അല്ലെ. അപ്പൊ അതാണ് അവിടെ പറയുന്നത് പ്രീവിയസ് ഇയേഴ്സിൽ വരുന്ന ഒരു എന്തെങ്കിലും ഇത്രയും എക്സ്പെൻഡിച്ചർ, കുറെ നാളുകളായിട്ട് ഇത്രയും എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എക്സ്പെൻസ് വരുന്നുണ്ടായിരിക്കും. പിന്നീട് ഒരു സന്ദർഭത്തിൽ എന്താണ്? കാരണമില്ലാതെയുള്ള എക്സ്പെൻഡിച്ചറും നമ്മൾ കാണുമ്പോൾ എന്താണ് അവിടെ എന്താണ് പിൽഫ്രേജ് സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും.
അതാണ് രണ്ട് റീസൺസ് ആയിട്ട് പറയുന്നത്. നമ്മള് ഫിൽട്രേറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു രണ്ട് റീസൺസ് ആയിട്ട് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ട് കാര്യങ്ങളൊന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഏരിയാസ് ഓഫ് ഫിൽട്രേജ് എങ്ങനെയൊക്കെയാണ് നമ്മള് ഏതൊക്കെ ഏരിയാസിൽ നമുക്ക് മോഷണം സംഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡ്രഗ് സ്റ്റോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഏതെല്ലാം രീതികളിലും മോഷണം സംഭവിക്കുന്നുണ്ടെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പറയാം. വായിച്ചോ, ഇതിന് മനസ്സിലായോ? ആ പോർഷനിലോട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ചെറിയൊരു പോർഷനാണ്, അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആകും. റിസ്ക് മാനേജ്മെന്റ് കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇത്രയും വരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡിറ്റക്ഷൻ വരെയാണ് നമ്മൾ പറയുന്നത്. അതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അപ്പൊ ഇത്രയും വരെ വായിച്ചിട്ട് മനസ്സിലാക്കി ടെസ്റ്റ് കൃത്യമായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് വായിച്ച് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ, താങ്ക് യു.